പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായെ സ്വീകരിക്കട്ടെ. സ്വീകരിക്കട്ടെ. ഇന്ന് 19-ാം ദിവസം മഹിമയുടെ 1-ാം ദിവ്യരഹസ്യം ധ്യാനിക്കുന്ന ദിവസമാണ്. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിണ്ണിൽ മാലാകവൃന്ദം വാഴ്ത്തും അമല മനോഹരി കന്യകയെ, ഭൂമിയും വാനവും ഒന്നിച്ചു സാദരം ഒന്നിച്ചു പാടുന്നു നിൻ മഹത്വം. ഭൂമിയും വാനവും ഒന്നിച്ചു സാദരം ഒന്നിച്ചു പാടുന്നു നിൻ മഹത്വം. മഹിമയുടെ 1-ാം ദിവ്യരഹസ്യം വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. സാബത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ മഗ്ദല മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു. അപ്പോൾ വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. അവൻ്റെ രൂപം മിന്നൽ പിണർ പോലെ ആയിരുന്നു, വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും. അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറവുകൊണ്ട് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയിർപ്പിക്കപ്പെട്ടു. യേശു അരുളി ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഇതേപോലെ ഒരു സംഭവം ഇല്ല. മരിച്ച വ്യക്തി സ്വയം ഉയർത്തെഴുന്നേൽക്കും. അതാണ് നമ്മുടെ ദൈവം, അതാണ് നമ്മുടെ യേശു. ആ യേശു നമ്മളെ പഠിപ്പിച്ച വചനമനുസരിച്ചാണ് നമ്മളിപ്പോൾ ജീവിക്കാൻ ശ്രമിക്കുന്നത്. ആ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ഒരു ദുഃഖ വെള്ളിയാഴ്ച നമുക്കുണ്ടാകും. ഇന്നലെ യേശു പഠിപ്പിക്കുന്നു, ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞ് 3-ാം ദിവസം ഉയർപ്പ് ഞായറാണ്. അപ്പോൾ യേശുവിൻ്റെ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് വലിയ ഒരു ഉയർപ്പുണ്ട്. ആ ഉയർപ്പ് ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയോട് ചേർന്ന് നിന്ന് അങ്ങയുടെ വചനം അനുസരിച്ച് പൂർണ്ണമായി എന്നെ തന്നെ സമർപ്പിച്ച് അങ്ങയുടെ ഹിതമനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആണ് ജീവിക്കുന്നത്. എൻ്റെ ജീവിതത്തിലും ഒരു ആത്മീയവും ഭൗതികവുമായ ഒരു ഉയർപ്പുണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരവകാശമുണ്ട് നമുക്ക്. ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ സമർപ്പണത്തിലൂടെ നമുക്ക് ലഭിച്ച ഒരവകാശം, നമ്മുടെ വിശുദ്ധ ജീവിതത്തിലൂടെ നമുക്ക് ലഭിച്ച അവകാശം, വചന അധിഷ്ഠിത ജീവിതത്തിലൂടെ ലഭിച്ച അവകാശം. അത് നമ്മൾ ഈ നിമിഷം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് നമുക്ക് ചോദിക്കാം. അമ്മ ശക്തമായി നമുക്ക് മാധ്യസ്ഥം പ്രാർത്ഥിക്കും. നമുക്കറിയാം, കാനായിലെ ആ കൃത്യസമയത്ത് ഇടപെട്ട് അമ്മ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതം കണ്ടുകൊണ്ട്, നമ്മളുടെ മാറ്റം കണ്ടുകൊണ്ട്, നമ്മൾ വലിയ വിശുദ്ധരൊന്നും ആയിട്ടില്ല, പക്ഷേ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നമ്മളാൽ കഴിയുന്ന വല്ലം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ആ മാറ്റം കണ്ടിട്ട് പരിശുദ്ധമ്മ
ശക്തമായി നമുക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ഉയർപ്പ്. ഇതാ മഹിമയുടെ 1-ാം ദിവസം നമ്മളിങ്ങനെ ധ്യാനിക്കുന്നു. യഥാവിശ്വമിശിഹായെ അങ്ങ് പീഡകൾ സഹിച്ച് മരിച്ചതിൻ്റെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് ഞങ്ങൾ ധ്യാനിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയാണ്: അമ്മേ മാതാവേ, ആത്മീയവും ഭൗതികവുമായ ഒരു ഉയർച്ചയ്ക്കായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശക്തമായി നമ്മൾ ആ യോഗ്യത നേടിയതിന് ശേഷമാണ് നമ്മളിത് പ്രാർത്ഥിക്കുന്നത്. വലിയ അനുഭവം ഉണ്ടാവും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മഹിമയുടെ 1-ാം ദിവരഹസ്യം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും.